വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഇതിൽ ഉള്ളി അരിയാനോ സവാള അരിയാനോ ഒന്നുമില്ല. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ സാധാരണ കറിക്കൊക്കെ നുറുക്കിയെടുക്കുന്ന പോലെ തന്നെ ഇത് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വരഞ്ഞെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നിറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പുതിനയുടെ ഇല അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കുക. പക്ഷേ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുരു വീണിട്ടതൊന്ന് മാറ്റാനുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിതിലത്തെ ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്കൊന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ 1 കിലോ ചിക്കനിലേക്ക് 4 ഉരുളക്കിഴങ്ങ് വരെ എടുക്കുക കേട്ടോ. ഇതൊന്ന് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇളക്കിയൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഇതിലേക്ക് 2 തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ള് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾറെഡി ചിക്കനിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്താം. അതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. മൊത്തത്തിൽ എയർ പോയതിന് ശേഷം കുക്കർ തുറക്കാം. അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ റെഡിയായി നോക്കാം. 2 വിസിൽ വന്ന് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതേ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അങ്ങനെ മുകളിലിട്ടുകൊണ്ട് ഒട്ടും തന്നെ നുറുങ്ങിയൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി ഈ കറിയുടെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ
ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ പത്തിരിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ സവാള അരിയാനോ മാറ്റാനോ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് മുഴുവനോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവനോട് ചെയ്യാട്ടോ. അതിൻ്റെ ചിക്കൻ മുഴുവനോട് ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, സീ യു.